കാസർഗോഡ് ചെറുവത്തൂരിൽ ദേശീയപാതയിൽ അടിപ്പാതയ്ക്കായി നാട്ടുകാർ നടത്തിയ ജനകീയ സമരം ഫലം കണ്ടു. ദേശീയപാതയിൽ വലിയ അടിപ്പാതയ്ക്കും വയാഡക്റ്റിനും ധാരണയായി. പ്രദേശവാസികളുടെ 111 ദിവസത്തെ സുദീർഘമായ സമരത്തിന്റെ വിജയമാണിത്. ദേശീയപാത വിപുലീകരണത്തിന്റെ ഭാഗമായി ചെറുവത്തൂർ വ്യാപാര ഭവൻ റോഡിൽ നിർമ്മിച്ച വീതി കുറഞ്ഞ അടിപ്പാതയ്ക്കെതിരെ നാട്ടുകാർ നടത്തിവന്ന 111 ദിവസത്തെ സമരം വിജയിച്ചിരിക്കുകയാണ്. നിലവിലെ അടിപ്പാത കാറുകൾക്കും ഓട്ടോറിക്ഷകൾക്കും കടന്നുപോകാൻ കഴിയാത്ത വിധമാണെന്നും ഇത് ഗതാഗതക്കുരുക്കിന് കാരണമാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു സമരം. നവംബർ 12-നാണ് നാട്ടുകാർ പ്രതിഷേധം ആരംഭിച്ചത്. ഡിസംബർ 1 മുതൽ അനിശ്ചിതകാല റിലേ നിരാഹാര സമരമായി മാറി. ജനകീയ പോരാട്ടത്തിനൊടുവിൽ ഗതാഗത യോഗ്യമായ വലിയ അടിപ്പാത നിർമ്മിക്കാമെന്നാണ് നിർമ്മാണ കമ്പനി ഉറപ്പു നൽകിയിരിക്കുന്നത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയിൽ ആണ് ഇപ്പോൾ ഈ സമരം നടത്തിയതും ഇതിൻ്റെ വിജയം അന്തിമമായി പൂർത്തീകരിച്ചതും എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇതിൽ എല്ലാവരുടെയും മറ്റ് തലത്തിൽ വലിയ രീതിയിലുള്ള പിന്തുണ ഈ സമരത്തിന് കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും മികച്ച ഒരു അടിപ്പാതയാണ് ഇപ്പോൾ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം മണ്ണിട്ടുയർത്തിയ റോഡ് നിർമ്മാണം അനുയോജ്യമല്ലെന്ന് വ്യക്തമായതോടെ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ വ്യാപാര ഭവൻ റോഡ് ഭാഗത്ത് 50 മീറ്റർ വീതം നീളത്തിൽ 2 സ്പാൻ തൂണുകളിൽ മേലുള്ള പാത നിർമ്മിക്കുമെന്നും കരാർ കമ്പനി ഉറപ്പു നൽകി. കർമ്മസമിതിയുടെ സമരം വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് ചെറുവത്തൂരുകാർ. ന്യൂസ് മലയാളം, കാസർഗോഡ്.